Hi friends, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബദാം മിൽക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ബദാം മിൽക്ക് എന്ന് പറഞ്ഞാൽ വളരെ ന്യൂട്രീഷ്യസ് ആണ്. അതിൽ വിറ്റമിൻ ഡിയുടെ കണ്ടന്റ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസിൻ്റെ റിസ്ക് അത് കുറയ്ക്കും. അതുപോലെ തന്നെ നമ്മുടെ ബോൺസ് ഒക്കെ നല്ല സ്ട്രെങ്തൻ ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇത്രയും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ബദാം മിൽക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ആൽമണ്ട്സ് എടുത്തിട്ടുണ്ട്. ബദാം ഒരു 25 ഗ്രാമോളം എന്ന് വെച്ചാൽ 15 to 17 ആൽമണ്ട്സ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. നമുക്ക് അതിൻ്റെ സ്കിന്നൊന്ന് പീൽ ചെയ്യാനായിട്ടാണ് നമ്മൾ സോക്ക് ചെയ്ത് വെക്കേണ്ടത്. 4-5 മണിക്കൂർ അല്ലെങ്കിൽ ഓവർനൈറ്റ് വെച്ചാലും അത്രയും നല്ലത്. ഇനി നമുക്ക് വേണ്ടത് മിൽക്കാണ്. പാൽ ഒരു 1.5 കപ്പോളം പാൽ നമുക്ക് വേണം. റോ മിൽക്കാണ് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് ഷുഗറാണ്. ഒരു 3 ടേബിൾ സ്പൂണോളം ഷുഗർ നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് സാഫ്രൺ ആണ്. ഇത് ഓപ്ഷണൽ ആണ്. അപ്പോൾ ഇത് 2 പിഞ്ചോളം മതി. ഇത് നമ്മൾ കുക്കിംഗ് ചെയ്യാനും അതുപോലെ തന്നെ ഡെക്കറേറ്റ് ചെയ്യാനും യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അതെ നമ്മുടെ ആൽമണ്ട്സ് അപ്പോൾ നമ്മൾ 4-5 മണിക്കൂർ സോക്ക് ചെയ്ത ആൽമണ്ട്സ് ആണ് ഈ കാണുന്നത്. അപ്പോൾ നന്നായിട്ട് അത് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സ്കിന്നൊന്ന് പീൽ ചെയ്തെടുക്കാം. അപ്പോൾ അതായത് നമ്മുടെ സ്കിന്നൊന്ന് പീൽ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ടൊന്ന് അത് കഴുകി വെക്കുക. അപ്പോൾ കത്തി വെച്ചിട്ടാണെങ്കിൽ അല്ലെങ്കിൽ കൈ കൊണ്ടാണെങ്കിൽ നമുക്ക് സ്കിന്ന് പീൽ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു പാൻ എടുക്കുക. അതിലേക്ക് നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ എടുത്ത് വെച്ച് 1.5 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ഈ സമയത്ത് വെക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പാൽ നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈ ഫ്ലെയിമിലേക്ക് വെക്കുന്നത്. ഈ സമയത്ത് ഒരു ഗ്രൈൻഡിങ് ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ പീൽ ചെയ്ത് വെച്ച ആൽമണ്ട്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന ആ പാലിൽ നിന്ന് ഒരു 4-5 ടേബിൾ സ്പൂണോളം എടുത്തിട്ട് അത് നന്നായിട്ട് തിക്ക് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് അത് മാറ്റി വയ്ക്കുക. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമ്മുടെ പാല് നന്നായി തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ പാല് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് ലോ ആക്കുക. എന്ന് വെച്ചാൽ ഹൈ ഫ്ലെയിമിൽ നിന്ന് മാറ്റി അത് ലോ ഫ്ലെയിമിലേക്ക് ആക്കുക. ആ സമയത്തൊക്കെ ഇളക്കി കൊടുക്കണം, കാരണം പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഉള്ളത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അങ്ങനെ ഒരു 8-10 മിനിറ്റോളം ഇത് നന്നായിട്ട് ഈ പാലൊന്ന് തിളപ്പിക്കുക. അതിൻ്റെ കൂടെ ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കാണാം പാലിൽ കുറച്ചൊന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ഷുഗർ അല്ലെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഷുഗർ നന്നായിട്ടൊന്ന് അതിൽ മെൽറ്റ് ആവട്ടെ. ഇനി നമ്മൾ എടുത്ത് വെച്ച ആൽമണ്ടിൻ്റെ പേസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ബാക്കിയും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ ആൽമണ്ടിൻ്റെ പേസ്റ്റ് ആഡ് ചെയ്തതിനനുസരിച്ച് ഈ മിൽക്കിൻ്റെ ആ ഒരു തിക്നെസ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കും. നല്ല തിക്കായിട്ടാണ് നമ്മൾ ആൽമണ്ട് മിൽക്ക് സെർവ് ചെയ്യുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കും. ഒരു 8-10 മിനിറ്റ് തന്നെ അത് ചെയ്യുക. ലോ ഫ്ലെയിമിലാവണം ഇത് ചെയ്യേണ്ടത്, മറക്കരുത് അത്. ഇനി നമുക്കതിലേക്ക് സാഫ്രൺ എന്ന് വെച്ചാൽ കുങ്കുമപ്പൂ ആഡ് ചെയ്യാം. അപ്പോൾ കുങ്കുമപ്പൂ ആഡ് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു യെല്ലോയിഷ് കളറ് നമ്മുടെ മിൽക്കിന് വരും. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു 8-10 മിനിറ്റ് വീണ്ടും നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇതൊന്ന് തിളപ്പിക്കുക. അപ്പോൾ ഈ സമയത്ത് ഇളക്കി കൊടുക്കാതിരിക്കാൻ മറക്കരുത്, കട്ട് പിടിക്കും അല്ലെങ്കിൽ. അപ്പോൾ നമ്മുടെ മിൽക്ക് നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഹൈ ആക്കി വെക്കാം. ഒരു 1/2 മിനിറ്റോളം എന്ന് വെച്ചാൽ ഒരു 30 സെക്കൻഡോളം നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് ഈ പാലൊന്ന് തിളപ്പിക്കാം. ഇത് 1/2 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ ആൽമണ്ട് മിൽക്ക് നല്ല കട്ടിയായിട്ടും വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ചൂടോടുകൂടെ സെർവ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂടോടുകൂടെ സെർവ് ചെയ്യുക, അല്ലെങ്കിൽ ആ ചൂട് മാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ ഒരു 4-5 മണിക്കൂർ വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് തണുപ്പിച്ചിട്ടാണെങ്കിലും കൊടുക്കാം. ഞാൻ അവിടെ ഇതിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സാഫ്രണും കൂടെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റിയാണിത്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്